ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇന്നാണ് അത് സാധ്യമായത്. പല പ്രാവശ്യം ചെയ്യണമെന്ന് തോന്നി, പക്ഷേ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടേതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗാണ്. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. യെസ്, ഇന്നാണ് ആ സമയം. അങ്ങനെ ഞാൻ ആദ്യമായി ഒരു വീഡിയോ ചെയ്യും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വില കൂടിയ ഹൈ ക്വാളിറ്റി ക്യാമറ ഉപയോഗിച്ചോ മൈക്രോഫോൺ ഉപയോഗിച്ചല്ല. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എൻ്റെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചും വളരെ ലോ ക്വാളിറ്റി മൈക്ക് ഉപയോഗിച്ചുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടേക്കാം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. പകരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻസിലൂടെ രേഖപ്പെടുത്തുക. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വരാനിരിക്കുന്നത് ചൂട് കാലമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: വിൻ്റർ, മൺസൂൺ, സമ്മർ. വിൻ്റർ എന്ന് പറയുന്നത് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ്. മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. എന്നാൽ സമ്മർ എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയമാണ്. എന്താണ് സമ്മർ സീസണിൻ്റെ പ്രത്യേകത? സമ്മർ സീസണിൽ അന്തരീക്ഷത്തിൻ്റെ താപനില ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ താപനിലയേക്കാൾ ഒരുപാട് കൂടാൻ സാധ്യതയുള്ള സമയമാണ് സമ്മർ സീസൺ. അതുകൊണ്ട് രോഗസാധ്യതകളും കൂടുതലാണ്. നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ സമയത്ത് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാറുണ്ട്. എന്തൊക്കെയാണവ? ഒന്നാമതായിക്കൊണ്ട് വെള്ളം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നോർമൽ അവസ്ഥയിൽ നാം കുടിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതലായി സമ്മർ സീസണിൽ കുടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ഉച്ച സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക. ഉച്ച സമയം എന്ന് പറയുന്നത് 12 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് കഴിവതും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അത്യാവശ്യമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഓഫീസ് ആവശ്യത്തിന്, ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുക, അല്ലാത്തപ്പോൾ വീട്ടിലിരിക്കുക. മൂന്നാമതായിക്കൊണ്ട് സമ്മർ സീസണിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം വസ്ത്രം തിരഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് കഴിവതും പോളിസ്റ്റർ വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുക, പകരം കോട്ടൺ വസ്ത്രം ഉപയോഗിക്കുക. നാലാമതായിക്കൊണ്ട് പറയാനുള്ളത് വീട്. നമ്മുടെ വീട് വായുസഞ്ചാര യോഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. വീടിൻ്റെ ഉൾഭാഗത്തെ താപം പുറത്തേക്ക് പോകുന്ന രീതിയിലും പുറത്തു നിന്നുള്ള ശുദ്ധവായു അകത്തേക്ക് വരത്തക്ക രീതിയിലും ജനാലയും വാതിലും തുറന്നിട്ടുകൊണ്ട് വീട് വായു സഞ്ചാര യോഗ്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് മൺസൂൺ കാലം രോഗങ്ങളുടെ കാലമാണ്. എന്നാൽ മൺസൂൺ കാലം പോലെ തന്നെ രോഗസാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് സമ്മർ സീസൺ. സമ്മർ സീസണിലെ രോഗങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: അപകട സാധ്യത കൂടിയവ, അപകട സാധ്യത കുറഞ്ഞവ. പ്രധാനമായിട്ടും അപകട സാധ്യത കൂടിയ രോഗങ്ങൾ 4 എണ്ണമുണ്ട്: ഹീറ്റ് എഡിമ, ഫ്രീക്വന്റ് ഹീറ്റ്, ഹീറ്റ് ടെറ്റനി, ഹീറ്റ് സീക്കോ. ഈ 4 രോഗങ്ങൾ അപകട സാധ്യത കൂടിയതാണ്. എന്നാൽ അപകട സാധ്യത കുറഞ്ഞവ ഹീറ്റ് ക്രോംസ്, ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് എക്സോർഷൻ. ഈ രോഗങ്ങൾ അപകട സാധ്യത കുറഞ്ഞ രോഗമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതൽ? നമുക്കറിയാം, സാധാരണയായിട്ട് വളരെ ചെറിയ കുട്ടികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതേപോലെ തന്നെ വൃദ്ധന്മാരായ ആൾക്കാർ, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാർക്ക് ഈ രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. പുറത്ത് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, ഇത്തരക്കാർക്ക് ഈ രോഗസാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ, അമിതമായി മദ്യപിക്കുന്ന ആൾക്കാർ, ഇത്തരക്കാർക്കും ഈ രോഗങ്ങൾ, സമ്മർ സീസണിലെ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക.